പഴന്തോറും നമ്മളൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ പൗലോസിനാണെങ്കിലും സ്റ്റാലിനാണെങ്കിലും പറഞ്ഞതൊക്കെ കേട്ടപ്പോഴത്തേക്കും ആകെ സങ്കടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പൗലോസ് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. കിച്ചണിൽ പോകുന്ന സമയത്ത് നമ്മൾ അലീനെ പിറകെ പോകുന്നുണ്ട്. പോയിട്ട് പറയുന്നുണ്ട്, പപ്പ പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഞാൻ പറയുന്നതനുസരിച്ച് വേണം ഇവിടെ എല്ലാവരും നിൽക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാനിവിടെ പാചകം ചെയ്യാൻ പറയും, അതനുസരിച്ച് വേണം പൗലോസ് ഏട്ടൻ ചെയ്യാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പൗലോസ് ആണെങ്കിൽ പോയി അവിടെ ബൈജുൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഈ പെണ്ണ് എന്തോ ഈ പെണ്ണ് ഈ ഒരു ഇതിലൊന്നും എനിക്കിവിടെ നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ പെണ്ണിന് എന്തോ മായാജാലം ഈ പെണ്ണിൻ്റെ കയ്യിലുണ്ട്. അതല്ലെങ്കിൽ ഇവളിങ്ങനെ സാറാണെങ്കിൽ ഇങ്ങനെ ആര് പറയുന്നത് കേൾക്കത്തതുമില്ല, കേൾക്കാത്ത ഒരാളാണ് സാറ്. പക്ഷേ സാറാണെങ്കിലും ഇപ്പോൾ ഇവള് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവൾക്ക് എന്ത് വിദ്യ അവളെ കയ്യിലുള്ളതെന്നൊന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജോലിക്കാരെല്ലാം കൂടെ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അലീനെ ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു സമാധാനവും സ്വസ്ഥതയും കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ പൗലോസ് പറയുന്നത്, എനിക്കിട്ട് അവൾ പണി തന്നതിന് തിരിച്ചിട്ട് നല്ല പണി അവൾക്ക് കൊടുക്കാൻ എനിക്കറിയാം, എനിക്കതിന് ആരെയും സപ്പോർട്ടും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ ഞങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഇവരെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അലീന പുറത്തോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീനക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവർ എനിക്ക് എന്തോ ഇട്ട് പണി തരാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയൊക്കെ ആണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അലീന വരുന്നതാണെങ്കിൽ നമ്മൾ പിന്നെ ബൈജു കാണുന്നുണ്ട്. അപ്പോൾ ബൈജു പറയുന്നുണ്ട്, എടാ മിണ്ടാതിരിക്കുന്നതുപോലെ അവിടെ അവിടെ നിൽപ്പുകൊണ്ട്, ഇനി നമ്മളെന്താ പറയുന്നതിനൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതായിരിക്കും, നമുക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ വേറെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ഇവർ അലീനയ്ക്കിട്ടുള്ള പണി തന്നെ കൊടുക്കാനുള്ള എന്തോ പ്ലാനിങ് ആണെന്നൊക്കെ അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പൗലോസേട്ടനാണെങ്കിൽ അങ്ങ് കിച്ചണിലോട്ട് പോകുന്നുണ്ട്. കിച്ചണിൽ പോകുന്ന സമയത്ത് നമ്മൾ അലീനയും പൗലോസേട്ടൻ്റെ പിറകെ പോകുന്നുണ്ട്. പോയിട്ട് പറയുന്നുണ്ട്, പൗലോസേട്ടാ ഇന്ന് ഈ ഞാൻ പറയുന്ന കറിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി, അതിനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ കൂടുതലൊരു സാധനങ്ങളോ കാര്യങ്ങളോ ഒരു കറിക്കും എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം കണക്കനുസരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി സ്റ്റോർ റൂമിൻ്റെ ചാവിയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലായിരിക്കും, ഞാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് വെക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് പൗലോസേട്ടന് എൻ്റെ അടുത്ത് വന്നൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല, എല്ലാം കറിക്കുള്ള സാധനങ്ങളും ഞാൻ എടുത്ത് അന്നുള്ള സാധനങ്ങളെടുത്ത് ഞാൻ പുറത്ത് വെച്ചേക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞാനാ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അലീന പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മളെ പൗലോസേട്ടനാണെങ്കിൽ അങ്ങോട്ട് അലീനയുടെ അടുത്തുള്ള ദേഷ്യം അങ്ങോട്ട് കൂടി കൂടി വരെയല്ലാതെ ഒരു മാറ്റവും വരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അലീനാണെങ്കിൽ പോകുന്ന സമയത്ത് നമ്മളെ പൗലോസേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പൗലോസേട്ടാ എനിക്കും അച്ഛനും കുടിക്കാൻ വേണ്ടി വന്നെങ്കിൽ കോഫിയോ പാലോ എന്തെങ്കിലും കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എടുക്കണോ അതോ പൗലോസേട്ടൻ തന്നെ കൊണ്ടു തരുമോ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട മോളെ ഞാൻ കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അലീനയുടെ അടുത്ത് ഒരു ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ലാതെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലീന അവിടെ നിന്ന് അങ്ങനെ പോകാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ പൗലോസ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നോക്കിക്കോ, നിനക്കിട്ടുള്ള ഒരു പണി ഞാൻ തന്നിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ നീ ഇങ്ങനെ ഇവിടെ വന്ന് നിന്നാലല്ലേ നീ എൻ്റെ പിറകെ നീ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് നോക്കി എനിക്ക് കുറ്റവും കുറവും പറയത്തുള്ളൂ, എന്തായാലും നിന്നെ ഞാനൊന്ന് ഓട്ടിക്കുന്ന പരിപാടി ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പൗലോസ് ഇങ്ങനെ ചിന്തിച്ച് നിൽപ്പുണ്ട്. പൗലോസ് ആണെങ്കിൽ അലീനയ്ക്ക് കുടിക്കാൻ വേണ്ടി പാലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പാലിനകത്തൊരു പൊടിയൊക്കെ ഇട്ട് കലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അലീന ആണെങ്കിൽ അങ്ങോട്ട് പൗലോസിന് അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് അലീന അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അലീന മാറി നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ, പൗലോസേട്ടൻ എന്താ ചെയ്യുന്നതെന്ന്. നമ്മൾ പൗലോസേട്ടനാണെങ്കിൽ ഒരു പൊടിയൊക്കെ ഇട്ട് കലക്കുന്നത് നമ്മൾ അലീന കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചിന്തിക്കുന്നുണ്ട്, എന്താ പൗലോസേട്ടൻ ഒരു പൊടിയൊക്കെ ഇട്ട് കലക്കുന്നത്, ഇനി വല്ല പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ട് കലക്കുവാണോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, അതിന് എനിക്കിട്ട് വല്ല പണി തരാനാണോ, അതിന് പപ്പയിട്ടത്തുള്ള ദേഷ്യത്തിന് പപ്പാക്ക് വല്ലതും കലക്കി കൊടുക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അലീന ഇത് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പൗലോസേട്ടനാണെങ്കിൽ ഇത് രണ്ടും എടുത്ത് ഒരു ട്രേക്കകത്തൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലീനയ്ക്ക് പാലും നമ്മൾ സ്റ്റാലിനാണെങ്കിൽ ഒരു ചായയൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പൗലോസേട്ടനെ കണ്ടിട്ട് അലീന ഓടിപ്പോയി ടേബിളിൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ മോൾക്ക് ഞാൻ പാലാണ് എടുത്തത്, മോളി പാല് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പപ്പയ്ക്കുള്ള ചായ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞില്ല, തന്നാൽ മതി, പപ്പയ്ക്കുള്ളത് ഞാൻ കൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പൗലോസ്, വേണ്ട മോൾ ഇവിടുന്ന് പാല് കുടിച്ചോ, ഞാനാണെങ്കിൽ സാറിന് കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൗലോസ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൗലോസ് പോയതിന് ശേഷം നമ്മൾ അലീന ആണെങ്കിൽ പാലൊക്കെ എടുത്ത് ഒഴിച്ച് കളയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളാണെങ്കിൽ ഇത് കാണുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അലീന ആണെങ്കിൽ പാലൊക്കെ കുടിച്ച് നമ്മൾ സ്റ്റാലിൻ ചായ കുടിച്ച ഗ്ലാസ്സൊക്കെ കൊണ്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ പൗലോസ് ചോദിക്കുന്നതായി ഇത്രയും പെട്ടെന്ന് കുടിച്ച് തീർന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അലീന പറഞ്ഞു, ആ അതെ പൗലോസേട്ടാ കുടിച്ചല്ലോ, എന്താ പറ്റി, എങ്ങനെ ഒരു ചോദ്യം പൗലോസേട്ടൻ ചോദിക്കാത്തതാണല്ലോ, ഇപ്പോൾ എന്താ പറ്റി പെട്ടെന്ന് ചോദിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൗലോസ് പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാനത് സാറ് കുടിച്ചോന്നാണ് ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, ഓ ഇന്നത്തെ പാല് നല്ല സൂപ്പറായിരുന്നു കേട്ടോ, പാലിനകത്ത് എന്തെങ്കിലും പൊടിക്കൈകളോ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പൗലോസ് ചോദിക്കുന്നത്, ഞാനെന്താ ചേർക്കാനാണ്, ഞാൻ എന്തും ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യുന്നല്ല, ഞാനിപ്പോൾ പാലിനകത്ത് എന്ത് ചേർക്കാനാണ്, അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല മോളെ, ഞാനാണെങ്കിൽ പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അലീന ചിന്തിക്കുന്നുണ്ട്, ഓഹോ ഇയാൾ എന്തോ
പണി എനിക്ക് ഒപ്പിക്കാൻ വേണ്ടിയൊക്കെ അതിനകത്ത് എന്തെങ്കിലും പൊടിയോ പാലിനകത്ത് ഇട്ടയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഞാനിവിടെ കിടക്കുന്നത് കാണാനായിരുന്നല്ലോ നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ നിന്നത്. എന്തായാലും ഞാനത് ശരിയാക്കി തരാമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അലീനയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വെച്ച പണി എന്തായാലും ഇനി പൗലോസേട്ടൻ ഇട്ട് ഒരു നല്ലൊരു പണി തരാതെ ഞാൻ എന്തായാലും ഇനി അലീന അടങ്ങിയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീന ഇങ്ങനെ ചിന്തിച്ചൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.